ഫ്രാൻസിൽ നിന്നുള്ള ആദ്യ ബാച്ച് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ 2028 എത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഇതിലൂടെ തങ്ങളുടെ വ്യോമയാന പ്രവർത്തനങ്ങളിൽ വലിയൊരു നവീകരണത്തിനാണ് ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുന്നത്. ഈ പുതിയ വിമാനങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തുന്നതിന് മുന്നോടിയായി നാവികസേനയിലെ ആദ്യ പൈലറ്റ്മാരുടെയും ഗ്രൗണ്ട് ക്രൂവിൻ്റെയും പരിശീലനം ഫ്രാൻസിലെ ദസാൽ ഏവിയേഷന്റെ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. ഈ പുതിയ യുദ്ധവിമാനങ്ങൾ രാജ്യത്തെത്തുന്ന ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കാനാണ് നാവികസേന ആഗ്രഹിക്കുന്നത്. വിമാനങ്ങൾ സേനയുടെ ഭാഗമാകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്യത്തെ 2 വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ഇവ ഉപയോഗിച്ച് ഒരേ സമയം പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തമാക്കാനാണ് നാവികസേന ലക്ഷ്യമിടുന്നത്. ഇത് നാവികസേനയുടെ വ്യോമാക്രമണ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. റഫാൽ എം പറത്തുന്നതിനായി തിരഞ്ഞെടുക്കുന്ന ആദ്യ പൈലറ്റ്മാരുടെ സംഘം പ്രധാനമായും നിലവിൽ MiG-29K പറത്തുന്നവരിൽ നിന്നായിരിക്കും. ഈ വൈമാനികർക്ക് വിമാനവാഹിനി കപ്പലുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഇതിനകം തന്നെ വിപുലമായ പരിചയസമ്പത്തുണ്ട്. കൂടാതെ അറസ്റ്റഡ് ലാൻഡിംഗ്, സ്കീ ജംപ്, ടേക്ക് ഓഫ് പോലെയുള്ള സങ്കീർണമായ നടപടികളിലും ഇവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളിലേക്കുള്ള മാറ്റത്തിന് നേതൃത്വം നൽകാൻ ഏറ്റവും അനുയോജ്യരായ വ്യക്തികൾ ഇവരാണ്. പുതിയ വിമാനങ്ങൾ നേരിട്ടുള്ള ദൗത്യങ്ങൾക്കായി പറത്തുന്നതിന് പുറമെ ഈ പൈലറ്റ്മാരിൽ പലരും റഫാൽ എം പറത്താൻ പോകുന്ന പിന്നീടുള്ള ബാച്ചിലെ പൈലറ്റ്മാർക്കും പരിശീലനം നൽകും. റഫാൽ എമ്മിലേക്കുള്ള മാറ്റം വിചാരിക്കുന്നതിലും വളരെ സുഗമമായിരിക്കുമെന്നാണ് മുൻപ് സീ ഹാരിയർ പറത്തിയിരുന്ന വിരമിച്ച ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെടുന്നത്. പൈലറ്റിന്റെ ജോലി, പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിമാനവാഹിനി കപ്പലുകളിലേക്കുള്ള ലാൻഡിംഗ് വളരെ എളുപ്പമാക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഈ ഫ്രഞ്ച് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പഴയ എയർക്രാഫ്റ്റ് കാരിയർ വിമാനങ്ങളിൽ ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോൾ പൈലറ്റ് അതിൻ്റെ വേഗതയിലും സഞ്ചാരപാതയിലും നിർണായകമായ ക്രമീകരണങ്ങൾ വരുത്തണമായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി റഫാൽ എമ്മിൽ ഇത്തരം നിർണായക ജോലികളിൽ പലതും സ്വയമേവ കൈകാര്യം ചെയ്യുന്ന അത്യാധുനിക ലാൻഡിംഗ് സംവിധാനങ്ങളുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ ലക്ഷ്യമാക്കി വിമാനം ഇറക്കുമ്പോൾ പൈലറ്റ്മാർ ഒരേ സമയം അതിൻ്റെ വേഗത, ഉയരം, ആംഗിൾ ഓഫ് അറ്റാക്ക്, ഡെക്കിലേക്കുള്ള കൃത്യമായ അലൈൻമെന്റ്, വിഷ്വൽ റെഫറൻസുകൾ എന്നിവയെല്ലാം ഒരുപോലെ നിയന്ത്രിക്കേണ്ടതുണ്ട്. റഫാൽ എം വിമാനങ്ങളിലെ ആധുനിക ഫ്ലൈറ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ ഈ സങ്കീർണമായ പ്രക്രിയയെ ലളിതമാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കൺട്രോൾ ട്രെയിനി പുഷ് എന്നറിയപ്പെടുന്ന CTP ഓട്ടോ ത്രോട്ടിൽ സംവിധാനമാണ് ഈ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന്. യുദ്ധവിമാനം കപ്പലിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഈ സംവിധാനം എഞ്ചിൻ കരുത്തും വായു പ്രതിരോധവും സ്വയമേവ നിയന്ത്രിക്കുന്നു. അതേസമയം തന്നെ ഇത് വിമാനത്തിന്റെ ചിറകുകളെ നിരന്തരം ക്രമീകരിക്കുകയും ചെയ്യുന്നു. പൈലറ്റിന് ത്രോട്ടിൽ നിരന്തരം ചലിപ്പിക്കേണ്ടി വരാതെ തന്നെ വിമാനത്തെ ഏറ്റവും അനുയോജ്യമായ ലാൻഡിംഗ് വേഗതയിലും ആംഗിളിലും നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഈ സങ്കീർണമായ ജോലികൾ സിസ്റ്റം സ്വയം കൈകാര്യം ചെയ്യുന്നതിനാൽ പൈലറ്റ്മാർക്ക് അവരുടെ ശ്രദ്ധ മുഴുവൻ കപ്പലിന്റെ ഡെക്കുമായി വിമാനത്തെ കൃത്യമായി വിന്യസിക്കാനും ലാൻഡിംഗ് നിർദ്ദേശങ്ങൾ പിന്തുടരാനും സഹായിക്കുന്നു. ഇത് കപ്പലിലേക്കുള്ള ലാൻഡിംഗ് പ്രക്രിയ കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവും പൈലറ്റ്മാരുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞതുമാക്കുന്നു. മുൻകാല യുദ്ധവിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ അത്യാധുനിക സവിശേഷതകൾ പൈലറ്റ്മാരുടെ പരിശീലന കാലയളവും ഗണ്യമായി കുറയ്ക്കുമെന്നും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും നാവിക വ്യോമയാന വിദഗ്ധർ വിലയിരുത്തുന്നു. 2025 ഏപ്രിൽ 28 ഫ്രാൻസുമായി ഒപ്പുവെച്ച 63,000 കോടി രൂപയുടെ കരാറിലൂടെ 26 റഫാൽ എം യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് നാവികസേനയുടെ വ്യോമയാന വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനികവൽക്കരണ നടപടികളിലൊന്നാണ്. കാലങ്ങളായി അറ്റകുറ്റപ്പണികളിലും പ്രവർത്തനക്ഷമതയിലും വെല്ലുവിളികൾ നേരിടുന്ന റഷ്യൻ നിർമ്മിത MiG-29K വിമാനങ്ങൾക്ക് പകരമായി ഇവ ഘട്ടം ഘട്ടമായി നാവികസേനയുടെ ഭാഗമാകും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പ്രവർത്തന സജ്ജമാകുന്നത് വരെയുള്ള ഒരു താൽക്കാലിക പരിഹാരമായിട്ടാണ് റഫാൽ എം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലും നാവികസേനയ്ക്ക് ആധുനികമായ യുദ്ധവിമാനങ്ങളുടെ ഒരു വ്യൂഹം ഉറപ്പുവരുത്താനും ഈ കരാർ സഹായിക്കുന്നു. റഫാൽ എം വിമാനങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഫ്രാൻസിലായിരിക്കും നിർമ്മിക്കുകയെങ്കിലും വിമാനങ്ങളിൽ ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങൾ ഘടിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും കരാറിലുണ്ട്.